ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അൽഗോരിതം എന്താണെന്നും അൽഗോരിതം എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണെന്നും എന്താണ് ഈ ടൈം കോംപ്ലക്സിറ്റി, എന്താണ് ഈ സ്പേസ് കോംപ്ലക്സിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽഗോരിതം അനാലിസിസ് ആണ് നമുക്ക് ബിടെക്കിനകത്ത് പഠിക്കാൻ വരുന്നത്. പക്ഷെ അതിനു മുന്നേ എന്താണ് അൽഗോരിതം എന്ന് എല്ലാവർക്കും കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം, അല്ലേ? വാട്ട് ഈസ് എൻ അൽഗോരിതം? +2 ബയോളജി സയൻസ് പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ അൽഗോരിതത്തിനെ കുറിച്ചൊരു ഡെഫിനേഷൻ അറിയില്ലായിരിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ +1 +2 നമ്മൾ അൽഗോരിതംസ് എഴുതിയിട്ടാണ് ലാബ് റെക്കോർഡ്സ് എഴുതിയിരുന്നത്. എയിം, then procedure, then result. ആക്ച്വലി ആ പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, അങ്ങനെ ആ ഒരു എയിം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത്, അതാണല്ലോ പ്രൊസീജിയർ. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു, ആ സ്റ്റെപ്സ് നമ്മൾ എഴുതുന്നുണ്ട്. സീക്വൻഷ്യൽ ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ എഴുതി ഫൈനലി റിസൾട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരുന്നു നമ്മൾ +1 +2 ഫിസിക്സ്, കെമിസ്ട്രി എല്ലാ ലാബ് റെക്കോർഡ്സിനും എഴുതിയിരുന്നത്. ഈ പ്രൊസീജിയർ എന്ന് എഴുതിയിരുന്ന ആ ഒരു സംഗതി തന്നെയാണ് അൽഗോരിതം. സോ അൽഗോരിതം മീൻസ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം. കമ്പ്യൂട്ടർ സത്യത്തിൽ ഒരു മന്ദബുദ്ധിയാണ്. ഓക്കെ, കമ്പ്യൂട്ടറിന് ബുദ്ധിയില്ല. കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. അതിനകത്തേക്ക് നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുകയാണ്. ഓരോ കുഞ്ഞു കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾ പ്രോഗ്രാം എഴുതി ചെയ്യിച്ചെടുക്കുക. സോ ഈ പ്രോഗ്രാം എഴുതുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ്. ഇപ്പം AI ഉണ്ട്, AI ടൂൾസ് ഉണ്ട്, ChatGPT, ജെമിനി ഒക്കെ ഉണ്ടെങ്കിലും അതിനെയും നമ്മൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബുദ്ധിയുള്ള കുറേ പ്രോഗ്രാമേഴ്സ് നിന്നിട്ട് എന്തെഴുതുന്നു, നല്ല നല്ല പ്രോഗ്രാംസ് എഴുതി ChatGPT പഠിപ്പിച്ചെടുക്കുക. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലാംഗ്വേജ്, സിയോ ജാവയോ പോലുള്ള ഒരു ലാംഗ്വേജിനകത്ത് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് സിമ്പിൾ മാത്തമാറ്റിക്സ് ആയ ലോജിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ കാര്യങ്ങൾ, 5th-ലും 6th-ലൊക്കെ പഠിച്ചിട്ടുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ ഓപ്പറേറ്റേഴ്സും, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട്, അങ്ങനെ ഗേറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇത് നമ്മളൊരു അൽഗോരിതമായിട്ട് ഡിസൈൻ ചെയ്യും. ഈ അൽഗോരിതം നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അൽഗോരിതം എന്താണെന്നൊരു ഐഡിയ കിട്ടുന്ന മനസ്സിലാക്കുന്നു. ഇനി ഈ അൽഗോരിതം നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. എൻ്റെ ബ്രെയിൻ എന്താണോ, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും സ്കിൽ ഡിഫറൻ്റ് ആണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന രീതി, നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ ഡിഫറൻ്റ് ആണ്. സോ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഞാൻ എഴുതുന്ന അതേ പാറ്റേണിലായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം കിട്ടും വിചാരിക്കും, നിങ്ങൾ എല്ലാവരും അതേ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ സൊല്യൂഷൻസ് കിട്ടും. നമ്മുടെ ഫ്രണ്ടിൽ ഒരു പ്രോബ്ലത്തിന് തന്നെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വന്നു. സോ ഇതിൽ ഏത് സൊല്യൂഷൻ എടുക്കണമെന്ന് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി ഇതിൽ ഏതാ ബെസ്റ്റ്, ഇതിൽ ഏത് ചൂസ് ചെയ്യും? സോ മൾട്ടിപ്പിൾ ചോയ്സ് ഫ്രണ്ടിൽ വരുമ്പോൾ ഇനി നമ്മൾ ഇത് അനലൈസ് ചെയ്യണം. ഇത് അനലൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന 2 മേജർ ഫാക്ടറാണ് ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. സോ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ മൾട്ടിപ്പിൾ അൽഗോരിതംസ് നമുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അൽഗോരിതംസിൽ ബെസ്റ്റ് ഏതാണ്, വേഴ്സ്റ്റ് ഏതാണ്, ഏത് സിറ്റുവേഷനിൽ ഏത് അൽഗോരിതം മാച്ച് ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് അൽഗോരിതം അനാലിസിസ്. ഇവിടെ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ടൈം കോംപ്ലക്സിറ്റി? ഒരു അൽഗോരിതം ഒരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം പ്ലസ് ആ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ആ പ്രോഗ്രാം കമ്പയർ ചെയ്യാൻ എടുക്കുന്ന ടൈം, ഇത് രണ്ടും കൂടെ സമ്മേഷൻ വരുമ്പോഴാണ് എന്താകുന്നത്? ടൈം കോംപ്ലക്സിറ്റി ആണ്. ടൈം കോംപ്ലക്സിറ്റി മീൻസ് ദ സം ഓഫ് ഇറ്റ്സ് കമ്പൈൽ ടൈം ആൻഡ് ഇറ്റ്സ് റൺ ടൈം. ഇങ്ങനെ പറഞ്ഞാലും കമ്പൈൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. സോ കമ്പൈൽ ടൈം അങ്ങനെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യാറില്ല. റൺ ടൈം ആണ് പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സ്ലോ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ എന്താ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്? സിമിലർ ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ആപ്ലിക്കേഷൻ പിക്ക് ചെയ്യും. നിലവിൽ യൂസ് ചെയ്തിരുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ അവിടെ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ടൈം നമുക്ക് എല്ലാവർക്കും വേരിയബിൾ ആണ്. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നമുക്ക് വേരിയബിൾ ആണ്. സോ ആ ടൈം നമ്മൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. സോ ടൈം കോംപ്ലക്സിറ്റിക്ക് അകത്ത് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതും ഇത് തന്നെയാണ്.
ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന യൂസർ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന യൂസർ ഉണ്ടല്ലോ, അയാളുടെ ഫ്രണ്ടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന അൽഗോരിതം വേണം എത്തേണ്ടത്. അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ വരുന്ന ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ടൈം കോംപ്ലക്സിറ്റി അവിടെ നോക്കുക. സ്പേസ് നോക്കും, പക്ഷെ ടൈം കോംപ്ലക്സിറ്റിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ടൈം കോംപ്ലക്സിറ്റി നോക്കുക, എത്ര സമയം കൊണ്ട് ഇത് റൺ ചെയ്യും, ഇതിന്റെ മോശം സിറ്റുവേഷൻ എന്തായിരിക്കും, അതായത് ഇത് റൺ ചെയ്യാൻ മാക്സിമം എത്ര ടൈം എടുക്കും, മിനിമം ടൈം എത്ര സമയം വേണ്ടി വരും, ഇതിന്റെ ഒരു ആവറേജ് എന്താണ് വേണ്ടി വരുന്നത്, ഇങ്ങനെ ഇതിന്റെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യും. ഇതാണ് ടൈം കോംപ്ലക്സിറ്റിക്ക് അത് നോക്കുന്നത്. ബെസ്റ്റ് എവിടെയാണ്, വേഴ്സ്റ്റ് എവിടെയാണ്, ആവറേജ് എവിടെയാണ്, ഇത് മൂന്നും അനലൈസ് ചെയ്യാൻ ബെസ്റ്റ് കേസ് സെനാരിയോ, വേഴ്സ്റ്റ് കേസ് സെനാരിയോ, ആവറേജ് കേസ് സെനാരിയോ, ഇങ്ങനെ 3 സിറ്റുവേഷൻസിലേക്ക് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു തിരിച്ചറിയൽ പരേഡ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണല്ലോ. സോ അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഏകദേശം ഫ്രണ്ടിൽ ഒരു 50 പേര് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ 50 പേരിൽ ഒരാളാണ് അതിൽ. സോ ഇതിൽ ഓരോ ആൾക്കാരെയും നോക്കിയിട്ടാണ് ഇതിൽ ആരെയോ ഒരാളെ, ഇപ്പൊ ഞാനായിരുന്നു അത് കണ്ട വ്യക്തി, സോ എനിക്ക് അയാളെ കണ്ടാൽ അറിയാം. പക്ഷെ ഈ 50 പേരിൽ നിന്ന് ഒരാൾ ഞാൻ ഫൈൻഡ് ചെയ്യണം. ഞാൻ ആരെയാ കണ്ടെന്നുള്ളത് അയാളുടെ ഫേസ് നോക്കി ഞാൻ ഫൈൻഡ് ചെയ്യണം. ഈ 50 പേരെയും ഞാൻ എങ്ങനെയായിരിക്കും നോക്കുന്നത്? ഫസ്റ്റ് ആളുടെ ഫ്രണ്ടിൽ പോകുന്നു, അയാളുടെ ഫേസ് നോക്കുന്നു, ഇയാൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇയാൾ അല്ല എങ്കിൽ നെക്സ്റ്റ് ആളുടെ ഫ്രണ്ടിലേക്ക് പോകുന്നു, അയാൾ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അയാൾ അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകുന്നു. അങ്ങനെയല്ലേ? സോ 50 പേര് നിൽപ്പുണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ ഫേസ് നോക്കി അയാളാണോ അല്ലയോ എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ എടുക്കുന്നത് 1 മിനിറ്റാണ് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ 50 പേര് നിൽപ്പുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കുന്ന ആൾ 50ാമത്തെ ലൊക്കേഷനിലാണ്, 50ാമത്തെ പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ടോട്ടൽ എത്ര സമയം വേണ്ടി വരും? എനിക്ക് 50 മിനിറ്റ് വേണ്ടി വരും. അതായത് 50 പേരടങ്ങുന്ന ഒരു ലിസ്റ്റിനകത്ത് നിന്ന് ഞാൻ ഒരാളെ ഫൈൻഡ് ചെയ്തപ്പോൾ അയാൾ 50ാമത്തെ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ടൈം അവിടെയായിരുന്നു. ലീനിയർ സെർച്ച് അൽഗോരിതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലോജിക്കാണ് ലീനിയർ സെർച്ചിലും അപ്ലൈ ചെയ്തേക്കുന്നത്. പഠിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ. ഇതിൽ ഏറ്റവും മാക്സിമം ടൈം നമുക്ക് എവിടെ എടുത്തേ? 50ാമത്തെ ആളാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് 50ാമത്തെ വ്യക്തിയാണെങ്കിൽ ദാറ്റ് ഈസ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾ ഒന്നാമത് നിൽക്കുവാണെങ്കിലോ അവിടെ വളരെ ടൈം കുറച്ച് മതി. 1 മിനിറ്റ് കൊണ്ട് എനിക്ക് അയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇതാണ് സിറ്റുവേഷൻ. ഇനി ഇൻ ബിറ്റ്വീൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? അതൊരു ആവറേജ് ടൈം. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ ഈ ടൈമിൽ തന്നെ ഇതിന്റെ ബെസ്റ്റ് കേസ് എന്താണെന്നും വേഴ്സ്റ്റ് കേസ് എന്താണെന്നും ആവറേജ് കേസ് എന്താണെന്നും ഞാൻ പറഞ്ഞു. ഇവിടെ എടുത്ത ടൈം ഉണ്ടല്ലോ, ഇത് ഒരു പ്രോബ്ലം റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. ആ പ്രോഗ്രാമിനകത്ത് പോകുന്ന ഇൻപുട്ട് അത് പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻപുട്ട്. ഈ ടൈം മാറാറുണ്ട്. സോ ഈ ടൈം നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ വേഴ്സ്റ്റ് കേസ് എവിടെയാണെന്ന് അനലൈസ് ചെയ്യണം, ഇതിന്റെ ബെസ്റ്റ് കേസ് എവിടെയാണെന്ന് അനലൈസ് ചെയ്യണം, ഇതിന്റെ ആവറേജ് എവിടെയാണെന്നും അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ്. കമ്പ്യൂട്ടറിനകത്ത് ഇതൊരു പ്രോഗ്രാമായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ആ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നമ്മളിവിടെ പെർഫോമൻസിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് പ്രയോറി എസ്റ്റിമേഷനും 2 പോസ്റ്റീരിയറി ടെസ്റ്റ്. ആക്ച്വലി പോസ്റ്റീരിയറി ടെസ്റ്റിംഗ് നമുക്ക് പഠിക്കാനില്ല, അല്ലെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് പ്രയോറി എസ്റ്റിമേഷൻ. പ്രയോറി എസ്റ്റിമേഷൻ ഒരു മെഷീൻ ഇൻഡിപെൻഡന്റ് ടെക്നിക്കാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആ മെഷീൻ അത് നോക്കുന്നില്ല, അത് ഏത് ഡിവൈസ് ആണെന്ന് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പോസ്റ്റീരിയറി ടെസ്റ്റിംഗ് അങ്ങനെയല്ല, മെഷീൻ കൂടെ കൺസിഡർ ചെയ്യും. പ്രയോറി എസ്റ്റിമേഷൻ ആകുമ്പോൾ ഏത് മെഷീൻ ആണെന്ന് നോക്കുന്നില്ല, ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആ പ്രോഗ്രാമിനകത്ത് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ ലൂപ്പ് അതുപോലുള്ള ബ്ലോക്സ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം ഒക്കെയാണ് പ്രയോറി എസ്റ്റിമേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു അൽഗോരിതം റൺ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് പ്രയോറി എസ്റ്റിമേഷനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു സംഗതിയാണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫ്രീക്വൻസി കൗണ്ട്. ഫ്രീക്വൻസി കൗണ്ട് മീൻസ് ഒരു അൽഗോരിതത്തിന്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചില സ്റ്റേറ്റ്മെന്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്, ചില സ്റ്റേറ്റ്മെന്റ്സ് ലൂപ്പിനകത്തായിരിക്കാം. അപ്പോൾ ആ ഒരു ലൂപ്പ് എത്ര വട്ടം എക്സിക്യൂട്ട് ചെയ്യുമോ അത്രയും സമയം ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഈ കൗണ്ട് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാം. എത്ര വട്ടം എക്സിക്യൂട്ട് ആയി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സിംഗിൾ ടൈം ആണ് എക്സിക്യൂട്ട് ആയത്. സോ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ സമ്മേഷൻ എടുക്കും. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ചില സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സിക്യൂഷൻ ടൈം വരുന്നില്ല. അതായത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിക്ലറേഷൻ പാർട്ട് എഴുതാറുണ്ട്. ഡിക്ലറേഷൻ പാർട്ട് ഇന്റ് എ, ബി, സി. ഇതെന്തിനാ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്? വേരിയബിൾ ഡിക്ലറേഷന് വേണ്ടിയിട്ട് എഴുതുന്നത്. സത്യത്തിൽ ഈ വേരിയബിൾ ഡിക്ലറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മെമ്മറിയിൽ 3 ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഈ 3 ലൊക്കേഷന് 3 നെയിം കൊടുക്കുന്നു.
ഇത് കമ്പൈലർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ്. ഞാൻ മെമ്മറിയിൽ 3 ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്. ഈ 3 ലൊക്കേഷൻ ഞാൻ 3 പേര് കൊടുത്തു. ഒരാൾക്ക് എ, ഒരാൾക്ക് ബി, ഒരാൾക്ക് സി. സംഗതി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആകത്തില്ല. ഇത് കമ്പൈലറിന് കൊടുത്ത ഇൻഫർമേഷൻ ആണ്. അതുപോലെ തന്നെ കോമൻസ് എഴുതാറുണ്ട്. ഡബിൾ സ്ലാഷ് ഇട്ടിട്ടും അല്ലെങ്കിൽ സ്ലാഷ് സ്റ്റാർ ഇട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ ലൈൻ കോമൻസ്, മൾട്ടി ലൈൻ കോമൻസ് എഴുതാറുണ്ട്. സിക്കകത്തുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഇത് പ്രോഗ്രാമർക്ക് കൊടുക്കുന്ന ഒരു ഹിന്റ് ആണ്. ഞാൻ എഴുതിയ പ്രോഗ്രാം മറ്റൊരാൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് ഞാൻ തന്നെ വായിച്ചു നോക്കുകയാണെങ്കിൽ, സിംപിളി എനിക്ക് ഈ കോമൻസ് കാണുമ്പോൾ അതിന്റെ ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം, അതും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പരിപാടിയാണ് കോമൻസ്. സോ ഈ കോമൻസ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ പാർട്ട് ഇതൊന്നും ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. സോ ഫ്രീക്വൻസി കൗണ്ടിൽ ഇതിന്റെ വാല്യൂ 0 ആണ്. C = 5. C എന്ന ലൊക്കേഷനകത്ത് 5 എന്ന വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. 5 എന്ന വാല്യൂ C എന്ന ലൊക്കേഷനിലേക്ക് പോയി ഇരിക്കണമെങ്കിൽ ഇത് പ്രോഗ്രാം റൺ ചെയ്താൽ മാത്രമേ ഈ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ് നടക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അതിലേക്ക് പോകണ്ട. ഇപ്പോൾ നിങ്ങൾ റൺ ടൈമിലായിട്ട് കൺസിഡർ ചെയ്യുന്നു. പ്രോഗ്രാമിനകത്ത് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എഴുതുന്ന സമയം അവിടെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാറുണ്ട്. ഒരു ഫംഗ്ഷൻ ഒരു ടാസ്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ആ ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. അത് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ എക്സ് അല്ലെങ്കിൽ റിട്ടേൺ സം എന്നൊക്കെ എഴുതുമ്പോൾ ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം ഫ്രീക്വൻസി കൗണ്ട് അത് 1 ആണ്. ഇതുപോലെ തന്നെയാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ഫ്രീക്വൻസി കൗണ്ട് 1 ആണ്. ചില സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫ്രീക്വൻസി കൗണ്ട് 0 ആയിരിക്കും, ചിലതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇതുപോലെ ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വരുമല്ലോ. ഓരോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി ഇതിന്റെ സമ്മേഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പോളിനോമിയൽ കിട്ടും. ഈ പോളിനോമിയൽ ഹയർ ഓർഡർ എക്സ്പെഡന്റ് ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പൊ 4x³ + 3x+2 എന്ന് വന്നാൽ x³ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ലോവർ ഓർഡർ വരുന്ന എക്സ്പെഡന്റ് ഒക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലയേഴ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇങ്ങനെ കുറച്ച് റൂൾസ് വെച്ചിട്ടാണ് ഫ്രീക്വൻസി കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈം കോംപ്ലക്സിറ്റിയുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാണാതെ പഠിച്ചിട്ട് പലരും പോകാറുണ്ട്. കാണാതെ പഠിക്കരുത് ദയവ് ചെയ്ത്. കാരണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും. പ്രോബ്ലംസ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. പിന്നെ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട് കേട്ടോ, ഞാൻ അത് പറഞ്ഞു തരാം. ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ ലൂപ്പിനകത്ത് ഫോർ i = 1 i ≤ 5 i++. ഈ ലൂപ്പ് എത്ര വട്ടം കറങ്ങുന്നത്? 5 തവണ അല്ലേ? ഞാൻ i ≤ 5 എന്നല്ലേ പറഞ്ഞത്, 1 to 5. സോ ഈ 5 വട്ടം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്റെ പേരാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് വിചാരിക്കും. പ്രിന്റ്എഫിനകത്ത് ഇപ്പൊ ഞാൻ C വെച്ചിട്ട് പറയാണ്. പ്രിന്റ്എഫിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് അജു എന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി. ഓക്കെ, ഈ അജു എത്ര വട്ടം പ്രിന്റ് ആകും? 5 ടൈംസ് പ്രിന്റ് ആകും. അതായത് ഈ ലൂപ്പിന്റെ മാക്സിമം ടൈം എത്രയായിരുന്നു? 5. ലൂപ്പ് 5 ടൈംസ് കറങ്ങുന്നു. സോ ഇവിടുത്തെ വാല്യൂ എന്താവും? 5 ആയിരിക്കും വരുന്നത്. ഫ്രീക്വൻസി കൗണ്ട് 5 തന്നെ ആയിരിക്കും. ജനറലി ഇത് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ n ടൈംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ആകുകയാണെങ്കിൽ n-ന്റെ വാല്യൂ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, n നമ്പർ ഓഫ് ടൈംസ് ആകാം അല്ലെ. ജനറലി നമുക്ക് അതിന് എന്താ പറയാം? n ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ ലൂപ്പിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സും n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനെ ഓർഡർ ഓഫ് n, ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓ നൊട്ടേഷൻ വെച്ചിട്ടാണ് പറയുന്നത്, ഓർഡർ ഓഫ് n ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത്ര എന്നും കാടുകയറി ചിന്തിക്കേണ്ട. സിംപിളി പറയാം, ഒരു ലൂപ്പ് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു സിംഗിൾ ലൂപ്പ് കാണുകയാണ്. സിംഗിൾ ലൂപ്പിനകത്ത് n ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് ഓർഡർ ഓഫ് n ആയിട്ട് എടുക്കാം. ഇനി മെട്രിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെട്രിക്സ് നമുക്കറിയാം റോയും കോളവും വരുന്നതാണ്. 2 ഡയമെൻഷണൽ അറേയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ ലൂപ്പ് അല്ല, മൾട്ടിപ്പിൾ ലൂപ്സ് ആണ് വരുന്നത്. സോ ഇവിടത്തെ കേസിൽ 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ടെങ്കിൽ 2/3 6 വാല്യൂസ് അവിടെ കൺസിഡർ ചെയ്യണം. 6 സെൽസ് വരുന്നുണ്ട് അല്ലെ. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ജനറലി പറയുന്നത് m റോസ് ഉണ്ട്, n കോളംസ് ഉണ്ട്, m × n. എന്നാലും 2 × 3 6 ആകത്തുള്ളൂ. സോ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതൊരു m/n ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞാൽ ഔട്ടർ ലൂപ്പിന്റെ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു ഇന്നർ ലൂപ്പിന്റെ മാക്സിമം നമ്പർ ഓഫ് ടൈംസ്. നെസ്റ്റഡ് ലൂപ്പ് വരുമ്പോൾ ഓർഡർ ഓഫ് m × n വരും. സിംഗിൾ ലൂപ്പ് ആണെങ്കിൽ ഓർഡർ ഓഫ് n വരുന്നു. നെസ്റ്റഡ് ലൂപ്പ് ആണെങ്കിൽ ഓർഡർ ഓഫ് m × n വരുന്നു. 3 ലൂപ്സ് വരെയാണെങ്കിൽ അഗൈൻ മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. ഇങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഈ ഷോർട്ട് കട്ട്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. S1 പൈത്തൺ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ പഠിക്കുന്ന സമയത്ത് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ബ്രേക്ക് ചെയ്തു സബ് പ്രോബ്ലംസ് ആക്കുന്നു, അതിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് സബ് പ്രോബ്ലംസ് ആക്കുന്നു. മെർജ് സോർട്ട് ആയിരുന്നു പഠിച്ചെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ മെർജ് സോർട്ട് അൽഗോരിതം ഒക്കെ വർക്ക് ചെയ്യുന്ന രീതിയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഓർഡർ ഓഫ് n log n വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മെർജ് സോർട്ട്. വേറെ അൽഗോരിതംസ് ഉണ്ട് പഠിക്കാനായിട്ട്, ഓർത്തു വെക്കുക. ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അവിടെ എന്തായിരിക്കും വരുന്നത്? അവിടെ n log n ആയിരിക്കും. ദാറ്റ് ഈസ് ലീനിയർ അരിത്തമെറ്റിക്. കോട്രാക്റ്റഡ് ടൈം ആണ് വരുന്നതെങ്കിലോ ഇവിടെ വരുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ആയിരിക്കും. കോട്രാക്റ്റഡ് ടൈം വരുമ്പോൾ ഓർഡർ ഓഫ് n സ്ക്വയർ അപ്ലൈ ചെയ്യും. എക്സ്പൊണൻഷ്യൽ ടൈം വരുമ്പോഴോ ഇൻപുട്ട് സൈസിനനുസരിച്ച് എക്സ്പൊണൻഷ്യൽ ടൈം ആണ് അവിടെ കിട്ടുന്നതെങ്കിൽ അവിടെ ഓർഡർ ഓഫ് 2n അല്ലെങ്കിൽ 2 പവർ n ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഒരു ചാർട്ട് മറക്കണ്ട, ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഈസിയാണ്. ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതുവരെ തൽക്കാലം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇത് അത്യാവശ്യമാണ്. ടൈം കോംപ്ലക്സിറ്റി പോലെ തന്നെ അൽഗോറിതമിക് പെർഫോമൻസിന് യൂസ് ചെയ്യുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് സ്പേസ് കോംപ്ലക്സിറ്റി. വരുന്ന വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പേസ് കോംപ്ലക്സിറ്റിനെ കുറിച്ചാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.